ദൈവത്തിന് സ്തുതി. 2024 ജൂലൈ മാസം 28 തീയതി ഞായറാഴ്ച മലങ്കര മാർത്തോമാ സുറിയാനി സഭ പൊതുവായി ചിന്തിക്കുന്ന ചിന്താ വിഷയം പരിശുദ്ധാത്മ വരങ്ങൾ ദൈവജനത്തിൻ്റെ ആത്മീയ പരിപോഷണത്തിന് എന്നതാണ്. പരിശുദ്ധാത്മ വരങ്ങൾ ദൈവജനത്തിൻ്റെ ആത്മീയ പരിപോഷണത്തിന്. Gifts of the Holy Spirit for the spiritual nourishment of the people of God. ദൈവം ത്രിയേക ദൈവം എന്നതാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നതും നമ്മുടെ അടിസ്ഥാന പ്രമാണവും. ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ 3 ആളത്വത്തിൻ്റെ പ്രകാശനങ്ങൾ വിവിധ ഇടങ്ങളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണവും വിശ്വാസവും പ്രഖ്യാപനവും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ലേഖനങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ത്രിയേക ദൈവത്തിൻ്റെ പരാമർശം പലയിടങ്ങളിലായി നമുക്ക് കാണുവാനും വായിച്ചെടുക്കുവാനും കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ ഒരുവനായി ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവിക സാന്നിധ്യവും ആളത്വവുമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മ വരങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രയോജനങ്ങൾ ആത്മീയ പരിപോഷണത്തിൽ എങ്ങനെ ദൈവജനത്തിന് സ്വായത്തമാക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുമാണ്. 1-2 വേദഭാഗങ്ങളും ശ്ലീഹ ഏവൻഗേലിയോൻ ഭാഗങ്ങളും ഈ ചിന്തയെ അടിവരയിടുന്നതും പരിശുദ്ധാത്മ വരത്തിനായുള്ള ആഹ്വാനം ദൈവജനത്തിന് നൽകുന്നതുമായ വേദഭാഗങ്ങളുമാണ്. പൊതുവായ ഈ ചിന്താവിഷയത്തെ അധികരിച്ച് 3 ഉപചിന്തകൾ പങ്കുവയ്ക്കുവാനത്രേ ആഗ്രഹിക്കുന്നത്. സ്വർഗാരോഹണം ചെയ്ത പുത്രനായ ക്രിസ്തു തമ്പുരാൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായി തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണ്, ഞാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ സകല സത്യത്തിലേക്കും നിങ്ങളെ വഴി നടത്തും. നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരുത്തും. പുതിയ വഴികളെ തുറക്കും. പുതിയ ശക്തി നിങ്ങൾക്ക് നൽകും. ഇതാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും വ്യാപാരവും സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ ഉളവാകുന്ന പ്രതിഫലനമാണ് പരിശുദ്ധാത്മ വരവും, അതിലുപരിയായി പരിശുദ്ധാത്മ വരവും. ഇതെല്ലാം നമ്മൾ പല വിധത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇന്ന് പരിശുദ്ധാത്മ വരത്തെക്കുറിച്ചും അതിൻ്റെ പൊതുജനത്തിനുള്ള പ്രയോജനത്തെക്കുറിച്ചുമാണ് ഇന്ന് പരാമർശിക്കപ്പെടുന്നത്. ഒന്നാമതായി ചിന്തിക്കാനുള്ളത് വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗത്ത് യോഹന്നാൻ സുവിശേഷം 20 അധ്യായത്തിൽ ഉദ്ധിതനായ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു വലിയ നിയോഗത്തെക്കുറിച്ചാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20 അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലാണ് ഉദ്ധിതനായ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിലുള്ള പ്രത്യക്ഷതയെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതിനു ശേഷം ഊതി അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്ന പ്രകടമായ ഒരു പ്രക്രിയ അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു നിയോഗവും അധികാരവും ഒക്കെയായി പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെയും പകർച്ചയെയും നമുക്ക് കാണുവാൻ കഴിയും. ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 ചുരുങ്ങിയ ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. 1, പരിശുദ്ധാത്മ വരം ഒരു അധികാരമായി ദൈവജനത്തിന് നൽകപ്പെട്ടിരിക്കുന്നതാണ്. പരിശുദ്ധാത്മ വരം ഒരു അധികാരമായി ദൈവജനത്തിന് നൽകപ്പെട്ടിരിക്കുന്നതാണ്. അധികാരത്തെ പുനർവ്യാഖ്യാനിക്കേണ്ടതും പുനർവിചിന്തനം ചെയ്യേണ്ടതുമായുണ്ട്. അധികാരം എന്നത് പല സാഹചര്യങ്ങളിലും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു വാക്കാണ്. ചില കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കുവാൻ, ചില കാര്യങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തുവാനുള്ള അധികാരത്തെയാണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. എന്നാൽ കർത്താവ് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെക്കുറിച്ചും
പരിശുദ്ധാത്മാ വരത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ അത് നൽകുന്ന അധികാരം കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃകയിലുള്ള ഒരു അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അധികാരം, പരിശുദ്ധാത്മാ വ്യാപാരത്തിൽ നിന്ന് ലഭിക്കുന്ന അധികാരം എന്നത് ദൈവജനത്തിന് ജീവിതത്തിൻ്റെ ആത്മീയ പരിപോഷണത്തിനായുള്ള അധികാരമാണ്. ഉദാഹരണത്തിന്, നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അധികാരം എന്നത് ദൈവകൃപയിലും കുരിശിൻ്റെ വഴിയിലും സഹനത്തിൻ്റെ ജീവിതശൈലിയിലും രൂപപ്പെടേണ്ട അധികാരമാണ്. അതായത് തലകുനിക്കേണ്ട ഇടത്ത് തലകുനിക്കുവാൻ, ക്ഷമ കാണിക്കേണ്ട ഇടത്ത് ക്ഷമ കാണിക്കുവാൻ, അധികാരങ്ങൾക്ക് കീഴ്പ്പെടേണ്ട ഇടങ്ങളിൽ കീഴ്പ്പെട്ടിരിക്കുവാൻ, കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയുടെ പാത പിൻപറ്റുവാനുള്ള ഒരു അധികാരത്തെയാണത് സൂചിപ്പിക്കുന്നത്. അതൊരു ക്ഷമ തോൽവിയുടെയും സഹനം നിസ്സഹായതയുടെയും ഒന്നും പര്യായമല്ല, മറിച്ച് അത് ദൈവം നമുക്ക് കാണിച്ചു തന്ന മാതൃകയുടെ, കുരിശിൻ്റെ മാതൃകയുടെ അധികാരമാണ്. ആയതിനാൽ പരിശുദ്ധാത്മവരം ദൈവജനത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു അധികാരമാണ് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ഊതി പകർന്നു നൽകി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരം, ദൈവിക ശക്തി ദൈവജനത്തിൻ്റെ മേൽ കർത്താവ് പകർന്നു നൽകി എന്നതാണ് ആ അധികാരത്തിൻ്റെ പകർച്ചയായിട്ടും കൂടെ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയും. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ സൃഷ്ടി പ്രക്രിയയിൽ ദൈവം ചെയ്ത ഒരു ക്രിയാപദമാണ്, അല്ലെങ്കിൽ കർത്താവ് യഹോവ സൃഷ്ടി പ്രക്രിയയിൽ ചെയ്ത അതേ പ്രവൃത്തിയാണ് ഇവിടെയും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് മണ്ണിൽ നിന്ന് മെനഞ്ഞ് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പഴയ നിയമത്തിൽ സൃഷ്ടി പ്രക്രിയയുമായി ബന്ധപ്പെട്ട് വായിക്കുന്നു. അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ തേജസ്സും ബഹുമാനവും മാനവും മനുഷ്യനെ ദൈവം അണിയിക്കുന്ന ഒരു പ്രക്രിയയാണ് എങ്കിൽ, പുതിയ നിയമത്തിൽ ഉദ്ധിതനായ കർത്താവ് ഊതി പരിശുദ്ധാത്മാവിനെ പകരുമ്പോൾ കർത്താവിൽ ലഭ്യമായിരിക്കുന്ന പുതിയ സൃഷ്ടിയുടെ പുതിയ ജീവൻ്റെ അനുഭവത്തെയാണ് ശിഷ്യന്മാർക്ക് പകർന്നു നൽകുന്നത്. പുതിയ സഭ, പുതിയ നിയോഗം, പുതിയ വഴികൾ, പുതിയ ജീവിതശൈലി, അതിനുവേണ്ടി പരിശുദ്ധാത്മാ വരം നൽകുന്ന, പരിശുദ്ധാത്മാവെന്ന ദാനം പങ്കു നൽകുന്ന ഒരു വലിയ സെക്കൻഡ് ക്രിയേഷൻ, രണ്ടാം സൃഷ്ടി പ്രക്രിയയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. രണ്ടാമതായി, പരിശുദ്ധാത്മാ വരം ഒരു സവിശേഷ അവകാശമായി ദൈവജനത്തിന് നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മവരം ഒരു സവിശേഷ അവകാശമായി ദൈവജനത്തിന് നൽകിയിരിക്കുന്നു. ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവം ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തിക്ക് തക്കവണ്ണം താലന്തുകൾ നൽകിയിരിക്കുന്നു. ഓരോ ജീവിതങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു പ്രൊപ്പോർഷനുണ്ട്. കഴിവുകൾക്ക്, സാധ്യതകൾക്ക്, തുടർ പ്രക്രിയയിലൂടെ വളരുന്നതിന് ഒക്കെ ദൈവം നൽകിയിരിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് ഓരോരുത്തർക്കും അവരവരുടെ പ്രാപ്തിക്ക് തക്കവണ്ണം ദൈവകൃപയുടെ വ്യാപാരങ്ങൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം നൽകുന്നതായുള്ള ഏറ്റവും വലിയ ഒരു അവകാശമാണ് പരിശുദ്ധാത്മാവ് എന്ന അവകാശം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന കൂദാശ മുഖാന്തരങ്ങളുണ്ട്. ഉദാഹരണത്തിന്, വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനായി പ്രാർത്ഥിക്കുക. അപ്പവീഞ്ഞുകളിൽ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള പ്രത്യേകമായ ഓർമ്മപ്പെടുത്തലും വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവിടെ പ്രത്യേകമായ പ്രാർത്ഥനയും പ്രത്യേകമായ ജസ്റ്റസും നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് പരിശുദ്ധാത്മാവിനാൽ സകലവും പരിശുദ്ധമായി തീർന്നു, പുതുതാക്കപ്പെട്ടു, അപ്പവീഞ്ഞുകൾ വാഴ്ത്തി വിശുദ്ധമായി തീർന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ മാമോദീസ ശുശ്രൂഷയിലും ഒരു പൈതലിനെ മാമോദീസ നൽകുമ്പോൾ രണ്ടാമതായി നൽകുന്ന ഒരു കുദാശയാണ് മൂറോൻ അഭിഷേകം. മൂറോൻ അഭിഷേകം ഈ പൈതലിൻ്റെ നെറ്റിമേൽ കുരിശിൻ്റെ അടയാളം ഇട്ടുകൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നത്. സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പരിശുദ്ധ റൂഹായുടെ പരിപൂർണ നൽവരത്തിൻ്റെ ലക്ഷ്യമായി വിശുദ്ധ മൂറോൻ കൊണ്ട് ഇന്നാര് അഭിഷേകം ചെയ്യപ്പെടുന്നു. ഇതൊരു അവകാശമാണ്.
ഓരോ പൈതലിനും ദൈവം നൽകിയിരിക്കുന്ന, നിശ്ചയിച്ചിരിക്കുന്ന ഒരു അവകാശമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ ഒരവകാശമായി നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്നു എന്നതാണ്. കൊരിന്ത്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൻ്റെ വരത്തെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും വളരെ ഗൗരവമായി സംസാരിക്കുന്നുണ്ട്. അതിൽ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ശ്ലീഹാ ഭാഗമായി വായിച്ചത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു: എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളുമാകുന്നു. അതുമാത്രമല്ല, ഓരോരുത്തർക്കും വ്യത്യസ്തമായ വരങ്ങൾ നൽകിയിരിക്കുന്നു എന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിൽ ലഭിക്കുന്ന പരിശുദ്ധാത്മാ വരം ഓരോരുത്തർക്കും വ്യത്യസ്തമായ അവകാശമായി ദൈവം നൽകിയിരിക്കുന്നു. ഈ അവകാശം ഹൃദ്യമായും കൃത്യമായും ഉപയോഗിക്കുക എന്ന ഉത്തരവാദിത്വം ദൈവജനത്തിനുണ്ട്. അതുകൊണ്ടാണ് താലന്തിൻ്റെ ഉപമ ഇതുമായി ഒന്ന് ബന്ധപ്പെടുത്താൻ കഴിയുന്നത്. 1 താലന്ത് ലഭിച്ചവൻ നിലത്ത് കുഴിച്ചിട്ടു, 5 താലന്ത് ലഭിച്ചവനും അത് വർദ്ധിപ്പിച്ച് ദൈവസന്നിധിയിൽ യജമാനൻ്റെ മുമ്പാകെ അതിന് കണക്ക് ബോധിപ്പിക്കുന്നു. അങ്ങനെ ലഭിക്കുന്ന താലന്തുകളുടെ വർധനവാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവകാശം ലഭിച്ചിരിക്കുന്നുവെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ഉത്തരവാദിത്വവും ദൈവം നമ്മെ വരമേൽപ്പിച്ചിരിക്കുന്നു. 3, പരിശുദ്ധാത്മാ വരം നിയോഗത്തിൻ്റെ പൂർത്തീകരണത്തിനുള്ള ശക്തീകരണത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മാ വരം നിയോഗത്തിൻ്റെ പൂർത്തീകരണത്തിനുള്ള ശക്തീകരണത്തിന് നൽകിയിരിക്കുന്നതാണ്. ഉദാഹരണത്തിന്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ഭക്തരായ മനുഷ്യർ പലരും ദൈവനിയോഗം സ്വീകരിച്ച് ശക്തരായി കരുത്തരായി മുന്നോട്ട് പോകുമ്പോൾ അല്പസമയത്തെ ചില ക്ഷീണാവസ്ഥകൾ സംഭവിക്കുന്നുണ്ട്. ഏലിയാവ് മടുത്തു പോകുന്നുണ്ട്, മോശ തളർന്നു പോകുന്നുണ്ട്, യോന ക്ഷീണിച്ച് പിന്നോക്കം മാറുവാൻ ശ്രമിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ ശിഷ്യന്മാരുടെ അനുഭവങ്ങളും അങ്ങനെയാണ്. പത്രോസ് തള്ളി പറയുന്നു, യൂദ കർത്താവിനെ ഒറ്റുകൊടുക്കുന്നു. ദൈവം വിളിച്ച സവിശേഷമായ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗവും വരവുമുള്ള സാധാരണ മനുഷ്യർ നിയോഗ വഴികളിൽ പതറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവിടെ ദൈവജനത്തിന് ദൈവം ഉറപ്പു നൽകുന്ന ഒരു വലിയ സവിശേഷമായ അവകാശമായിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നിയോഗത്തിൻ്റെ ശക്തിക്കായി പരിശുദ്ധാത്മാ വരം ദൈവം ജ്വലിപ്പിച്ച് നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഉദ്ധിതനായ കർത്താവ് പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവിൻ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരം ജ്വലിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെ പ്രകടമാക്കാൻ കഴിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പരിശുദ്ധ റൂഹായുടെ പരിപൂർണ നൽവരത്തിൻ്റെ ലക്ഷ്യമായി വിശുദ്ധ മൂറോൻ കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നാർ അഭിഷേകം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നിയോഗമായിട്ടാണ് കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്ന ഈ നിയോഗവും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണീകരണത്തിന്, വളർച്ചയ്ക്ക്, പൊതുജന പ്രയോജനത്തിന് മുഖാന്തരമായി തീരുന്നു എന്നതാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ തന്നെ നമ്മൾക്ക് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായ പരാമർശം ഇങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട്: എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു. 2 തരത്തിലുള്ള വളർച്ചയുണ്ട്. ഒന്ന്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ആത്മീയ വളർച്ച. 2, പൊതു ജീവിതത്തിലെ ആത്മീയ വളർച്ച. പൊതുജന പ്രയോജനത്തിനായി ആത്മവരങ്ങൾ നമ്മെ സഹായിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: സർവ്വവരങ്ങൾക്കും അധികമായി അപ്പുറമായി സ്നേഹം എന്ന ഒരു വരത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ. ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 13-ാം അധ്യായം തുടങ്ങുമ്പോൾ അവിടെ സ്നേഹത്തെക്കുറിച്ചുള്ള ഭാഷാന്തരങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളായി ഏറ്റവും പ്രബലമായി അടിവരയിട്ട് പറയുന്നത്.
അതുകൊണ്ട് പരിശുദ്ധാത്മാ വരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ദൈവജനത്തിന് ഒരുപോലെയാണ് പ്രകാശനമാകുന്നത്, അല്ലെങ്കിൽ പ്രകാശിപ്പിക്കാൻ കഴിയുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, ഓരോരുത്തരും ലഭിക്കേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച്. ഫലം എന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇങ്ങനെ പറയുന്ന 9 കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാകുന്നു. അതായത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമ്മെ വളർത്തുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വളർച്ചയുടെ മാനദണ്ഡമായി തീരുന്നു. എത്രത്തോളം വളർന്നു പരിശുദ്ധാത്മാ വരങ്ങളാൽ എന്നതിൻ്റെ അടിസ്ഥാന മെഷർമെൻ്റാണ് പരിശുദ്ധാത്മാ വരങ്ങളിൽ കൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാ വരങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ പ്രാപ്തിക്കനുസരിച്ചാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും പൊതുജന പ്രയോജനത്തിന്, ദൈവനാമ മഹത്വത്തിന് തുല്യമായി നൽകപ്പെട്ടിരിക്കുന്നു. അത് പ്രകാശിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തം ദൈവജനത്തിന്, തിരുസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് വരങ്ങൾ വ്യത്യസ്തമായ മാധ്യമങ്ങളാണെങ്കിൽ പരിശുദ്ധാത്മ ഫലങ്ങൾ ഏറ്റവും പ്രകടമായ അതിൻ്റെ ഗുണഫലങ്ങളായിട്ടാണ്, അതിൻ്റെ റിസൾട്ടായിട്ടാണ് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമായ മുഖ്യ ചിന്താവിഷയത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മ വരങ്ങൾ ദൈവജനത്തിൻ്റെ ആത്മീയ പരിപോഷണത്തിന് എന്ന ചിന്താവിഷയത്തെ അധികരിച്ചുകൊണ്ട് 3 ഉപചിന്തകളാണ് പങ്കുവച്ചത്. ഒന്ന്, പരിശുദ്ധാത്മ വരം ഒരു അധികാരമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ്. കർത്താവ് ഊതി ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ പകരുമ്പോൾ ഒരു അധികാരത്തിൻ്റെ പ്രഖ്യാപനമാണ് നിർവഹിക്കപ്പെടുന്നത്. 2, പരിശുദ്ധാത്മ വരം ഒരു അവകാശമായി ദൈവജനത്തിന് നൽകപ്പെട്ടിരിക്കുന്നു. വരം ലഭിച്ചവർക്കൊക്കെ ഒരു അവകാശമാണ് ലഭിച്ചിരിക്കുന്നത്. സ്വർഗീയമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ അവകാശമായി നൽകപ്പെട്ടിരിക്കുന്ന ഈ കാര്യം ദൈവനാമമഹത്വത്തിനും പൊതുജന പ്രയോജനത്തിനുമായി മാറണം എന്നത്. 3, പരിശുദ്ധാത്മവരം ഒരു നിയോഗത്തിൻ്റെ ശക്തീകരണത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നതാണ്. ക്ഷീണിച്ചു പോകുന്ന ഇടങ്ങളിൽ, മടുത്തു പോകുന്ന ഇടങ്ങളിൽ, ദൈവജനം കൂടെ നടക്കുന്നവർ തളർന്നു പോകുമ്പോൾ, നിരാശപ്പെട്ടു പോകുമ്പോൾ അവരെ ശക്തീകരിക്കുവാനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മുഖാന്തരമാണ് പരിശുദ്ധാത്മവരം. പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, പ്രസംഗിക്കുവാൻ, ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിക്കാനൊക്കെ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മവരം ദൈവജനത്തെ ചേർത്ത് നിർത്തി അവരുടെ ഉന്നമനത്തിനും അവരുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും സന്തോഷത്തിനും ദൈവകൃപയിലുള്ള കൂട്ടായ്മയ്ക്കും അത് മുഖാന്തരമായി തീരുന്നു. ദൈവജനത്തിൻ്റെ വളർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനാപൂർവം പരിശുദ്ധാത്മാവിൽ മുന്നോട്ട് നീങ്ങാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.